ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷനാണ്. അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഈ ഒരു ഏരിയ തൊട്ട് നമ്മൾ തുടങ്ങുകയാണ് നമ്മളുടെ ഗാർഡനിങ് വീഡിയോസ്. സത്യത്തിൽ നിങ്ങളുടെ കമൻസിൽ കുറേ പേര് പറയുന്നുണ്ട് ഡെയിലി വീഡിയോ ചെയ്യ്, വീക്ക്ലി വീഡിയോ ചെയ്യ്, വീഡിയോ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇത്ര നാളും കുറച്ച് ഞാൻ പറഞ്ഞല്ലോ 5-6 മാസമായിട്ട് വളരെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മടിയും അങ്ങനെയുള്ള കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഒരു ഡിലേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള കമൻസ് കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രചോദനമാണ് സത്യത്തിൽ നിങ്ങളുടെ കമൻസ് എന്ന് പറയണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് എന്ന് പറയണത് നമ്മൾ ചെയ്യാൻ പോണത് നമ്മളുടെ മുക്കാറ ഓർക്കിഡുകൾ ചട്ടികളൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്ലീൻ ആക്കി കുറേ പഴയ സ്പൈക്സും കുറേ പഴകിയ ഇലകളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യണത് കുറേ മുക്കാറകളൊക്കെ നമ്മളുടെ ഇങ്ങനെ ചെരിഞ്ഞ് വീണും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. സത്യത്തിൽ ഇത് ഞാൻ ചെയ്തത് ഇത് നമ്മൾ നടുവിലോ ആ സമയത്ത് തന്നെ നമ്മൾ ഇതിന് സപ്പോർട്ട് കറക്റ്റായിട്ട് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ ചിലതിനൊക്കെ ഞാൻ കൊടുത്തു, അന്ന് അത്ര സ്റ്റഡി അല്ലാണ്ട് നിൽക്കണേന്. പക്ഷേ ചിലതൊക്കെ നന്നായി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വലുതാവും തോറും അവർ ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ അതിന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈ വടിയൊക്കെ കൊടുക്കണേക്കാളും നല്ലത് ഈ PVC പൈപ്പ് കട്ടി കുറഞ്ഞ ഇത് വയറിങ്ങിനൊക്കെ നമ്മൾ കൺസീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന പൈപ്പാണ്. അപ്പോൾ അത് ആണെങ്കിൽ ലാസ്റ്റിംഗ് ആണ്. അതങ്ങനെ ഒടിഞ്ഞും കേട് വന്നൊന്നും പോവില്ല. മറ്റേതൊക്കെ ആകുമ്പോൾ നമ്മൾ വടിയൊക്കെ ആകുമ്പോൾ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഒടിഞ്ഞും ചെതലായാലും അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണ് സത്യത്തിൽ നല്ലത്. അപ്പോൾ അത് പരമാവധി വെച്ചിട്ടുണ്ട്. ഉള്ളോടത്തോളം എൻ്റെ ഒരു വലിയ പീസാണ് ഉണ്ടായിരുന്നത്. അത് വെച്ചിട്ട് 3 എണ്ണം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കിട്ടുന്നതിനനുസരിച്ച് പതുക്കെ അത് ചെയ്യാം. ശരിക്കും പറയുകയാണെങ്കിൽ അത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ തന്നെ ചെയ്യാണ് പ്ലാന്റിന് നല്ലത്. പിന്നെ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളുടെ ഈ ഓൺലൈനിൽ വാങ്ങിച്ച ഈ ബൊഗൻവില്ലാസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞാൻ നിരത്തി ഷെയ്ഡിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്നു. ഞാൻ ഓർത്തു എന്തിനാ അപ്പോൾ അത് ഇവിടെ വെക്കണേ, നമ്മളൊരു എക്കോപോണിക്സിൻ്റെ UV ഷീറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല വെയിലും ഉണ്ട്, മഴയും കൊള്ളുന്നില്ല. അപ്പോൾ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ച് അങ്ങനെ കിടക്കുകയാണ്, അത് ഇങ്ങനെ ഒഴിഞ്ഞ്. അപ്പോൾ അവിടെ കൊണ്ടുവയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മളുടെ ഈ ഏരിയ എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമ്മളുടെ അരേലിയാണെങ്കിലും ഒക്കെ കുറച്ചും കൂടെ അവർക്കും കുറച്ചൊരു സ്പേസ് കിട്ടും. അപ്പോൾ അത് എന്തായാലും കൊണ്ടുവയ്ക്കണമെന്ന് ഞാൻ കാണിക്കുന്നില്ല. അത് കൊണ്ടുവച്ച് അതെല്ലാം സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഭാഗം കാണിക്കാം. അതിന് കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇനിയും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ട്രിമ്മൊക്കെ ചെയ്തു, വന്നാലും കുറച്ചും കൂടി ട്രിം ചെയ്ത് കുറച്ച് അതിന് വീക്ക്ലിയെങ്കിലും അതിന് കുറച്ച് വളങ്ങളും കാര്യങ്ങളൊക്കെ ഇടുന്നതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കാം. അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയ ഒരു പണി എന്ന് പറയുന്നത് നമ്മളുടെ അരേലിയ. നമ്മളുടെ ഇതിൽ ഈ ഒരു ലൈനിൽ വെച്ചിരിക്കുന്നത് ഒരു 3 ടൈപ്പ് അരേലിയാണ്. പക്ഷേ ഈ രണ്ട് സൈഡിലും ഉള്ള ആ ഒരു ഗ്രീൻ അരേലിയ കൂടാതെ വെരിഗേറ്റഡ് ആണ് സെൻറ്ററിൽ ഇരിക്കുന്ന ഒരു 8 പോട്ടും. അതുകൂടാതെ അതിൻ്റെ ആ വെരിഗേറ്റഡിൻ്റെ എൻഡിൽ വേറെ ഒരു ടൈപ്പും കൂടി ഉണ്ട്. അപ്പോൾ ആ അരേലിയ എന്ന് പറഞ്ഞാൽ 2 ചട്ടിയുള്ളൂ. അത് കുറച്ച് പൈസ ഉള്ളതായിരുന്നു, അതുകൊണ്ട് ഞാൻ 2 ചട്ടിയാണ്. മറ്റേത് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഒരു 4 ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അത് വേഗം പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ കുറച്ച് ട്രിം ചെയ്ത് ഇത് പല ലെവലിലാണ്. എന്നാൽ അത്ര മോശമായിട്ടൊന്നുമല്ല നിൽക്കണത്. എന്നാലും ചെറിയതായിട്ട് ലെവലിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ട്രിം ചെയ്യുമ്പോൾ സത്യത്തിൽ ഈ പ്ലാന്റിൻ്റെ ഈ കട്ടർ വെച്ച് ട്രിം ചെയ്യുന്നേക്കാളും നമ്മൾ നോർമൽ സിസേഴ്സ് വെച്ച് ട്രിം ചെയ്യാണ് നല്ലത്. അതെനിക്ക് ചെയ്തു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഞാൻ വെച്ചു വീഡിയോ എന്തായാലും എടുക്കുകയല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു ഡിസ്ട്രാക്ഷൻ വേണ്ടാന്ന് വെച്ചിട്ട് ഞാനത് അങ്ങനെ ഇട്ടു. അപ്പോൾ ഈ വലിയ നമ്മളുടെ ഈ അരേലി ഉണ്ടല്ലോ, ഈ 2 എൻഡിലല്ല, ആ വെരിഗേറ്റഡ് ഉള്ള ടൈപ്പ്, ഈ ടൈപ്പ് ഇത് ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് വലിയ കട്ടിങ്, അതിങ്ങനെ കുറച്ച് നീണ്ടു പോണ ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ കട്ടിങ് എടുത്തിട്ട് എന്തായാലും ഒന്ന് മാറ്റി നട്ട് നോക്കാമെന്ന് വെച്ചു. ഞാൻ മുന്നും ഇത് നട്ടുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് ഉണ്ടായി വരാനായിട്ട്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് കട്ടിങ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ പോട്ടി മിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ നമുക്ക് ഒരു ചേട്ടൻ വരും, പുറകിലെ പറമ്പിൽ കുറച്ച് കളയ്ക്കലും തടെടുക്കലും അങ്ങനെയൊക്കെ. അപ്പോൾ ആ ചേട്ടൻ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചാണകപ്പൊടിയും എല്ലുപൊടിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ആൾ വരുന്ന ദിവസം കുറച്ച് പോട്ടി മിക്സ് റെഡിയാക്കി ചാക്കിലാക്കി വെക്കും. അപ്പോൾ എനിക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ആകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പോയി എടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് നമ്മൾ ആ സമയത്ത് മിക്സ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് മടിയാവും.
മടി എന്ന് പറഞ്ഞ സാധനം കുറച്ച് ഉണ്ട്. അപ്പോൾ അത് പൊട്ടി മിക്സിയിൽ നിന്ന് കുറച്ചെടുത്ത് കുറച്ച് മണ്ണ് കൂടുതൽ മിക്സ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലുപൊടിയൊന്നും ഇപ്പോൾ ഇതിന് വേര് പിടിക്കാൻ പോകണല്ലേ ഉള്ളൂ. അപ്പോഴേക്കും എല്ലുപൊടി കൂടുതലുള്ള മിക്സ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നശിച്ചു പോകും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് പൊട്ടി മിക്സ് എടുത്ത് അങ്ങനെ മിക്സ് ചെയ്തു കുറച്ചും കൂടെ. പിന്നെ നമ്മളുടെ ഇതിപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോഴാണ് ഇത് നട്ടത്. അതായത് 2 ദിവസം ഇതിങ്ങനെ കിടന്നു ഈ കട്ടിങ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാഫൊക്കെ ഒന്ന് തളിച്ചിട്ടുണ്ട്, കുറച്ച് ഫംഗിസൈഡ് ഒന്ന് സേഫ് ആവാൻ വേണ്ടിയിട്ട്. കുറേ നേരമായി നമ്മളെ വീക്ഷിച്ചുകൊണ്ട് ഒരാളവിടെ ഇരിക്കുന്നുണ്ട്, നമ്മൾ ടെഡിക്കുട്ടൻ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.